പെട്ടെന്നൊരു യാത്ര. ഷാന വിളിച്ചു പറഞ്ഞു, ഫ്രൈഡേ നിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവാൻ പറ്റില്ല, അത് കാരണം കൊണ്ട് ഞാൻ തൃശ്ശൂർക്ക് വരുന്നു, സ്മിതയോട് അങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചിട്ട് സ്മിത ഗിരീഷിനോട്. അപ്പോൾ പറഞ്ഞു, എടാ അങ്ങോട്ട് വരുമോ നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഷാനു കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുന്നംകുളത്തുള്ളൊരു കഫേയുടെ അവിടെ വരാൻ സ്മിത പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ അവിടെ എടുത്തു. അപ്പോൾ അതിൽ നമ്മൾ തന്നെ സെൽഫി മോഡിലിട്ട് എടുക്കുകയും ചെയ്തു. ഏതോ ഒരു സെൽഫി മോഡിൽ ഏതോ ഫിൽറ്ററിൽ കയറി കിടന്നുകൊണ്ട് പിങ്കി ആയിട്ടായിരിക്കുന്നല്ല. അത് കഴിഞ്ഞ് അവരൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി സംസാരിക്കലും ഒക്കെ കഴിഞ്ഞ് കേക്കും വെച്ചിട്ടുള്ള കുറച്ച് നേരം പിടുത്തം. ഭാഗ്യത്തിന് കേക്ക് അലിഞ്ഞു പോയില്ല കേട്ടോ. പിന്നെ അവിടെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനും പോയി, ബിരിയാണി കഴിക്കാം. അപ്പോൾ ഈ വലിയ പൊട്ടിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം, എന്താ സംഗതി എന്ന്. ഈ ചെറിയ പൊട്ടല്ലേ ആദ്യം കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ കടക്കാരനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അവിടെ നിന്ന് കേക്കും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വലിയ പൊട്ടായ കഥയല്ല. സ്മിതയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഇതാണ് സ്മിതയുടെ അമ്മ. അമ്മയുടെ നെറ്റിലെ പൊട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് പൊട്ടൊക്കെ മാറ്റിക്കുത്തി അവിടെ നിന്നിട്ടുള്ള ഫോട്ടോ ഷൂട്ട് സെൽഫി മോഡിൽ വെച്ചിട്ട് തന്നെ എടുക്കണ്ടായിരുന്നത്. ഈ മുറ്റത്തൊരു ആകാശത്തൊരു മൈന. ഇത് നമ്മുടെ ഗീത ചേച്ചി, നമ്മുടെ ആക്ടർ ശ്രീരാമേട്ടൻ്റെ വൈഫ്, ഇത് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അവരെയും കൂടി പോയി അങ്ങനെ പിറന്നാളാഘോഷം തീർത്ത് ഈ ഫോട്ടോ എടുപ്പോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഇത് ബർത്ത്ഡേയുടെ രാത്രിയിൽ വിളിച്ചോടന്നപ്പോൾ ആകെ കിളി പോയ മാതിരിയായിരുന്നു കേട്ടോ. മോനൊക്കെ കൂടി ഉണ്ടാക്കിയ സർപ്രൈസായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് കേക്ക് ഒന്ന് മുറിച്ചു. അതാണ്. പിന്നെ ഞാനൊരു അമ്പലത്തിലേക്ക് പോയി. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ പിന്നീട് അവിടെയുള്ളൊരു കടയിൽ പോയിട്ട് പിറന്നാൾ ദിവസം ഇന്ന് പോയിട്ട് ദോശ കിട്ടി, ചട്നിയൊക്കെ ഇട്ട്. അവിടുത്തെ ഒരു നാടൻ ഇതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോകുമ്പോൾ ലേറ്റ് ആയല്ലോ പറഞ്ഞിട്ട് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നുണ്ട്. പക്ഷേ വെയിൽ കാണുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ അമ്പലത്തിനെക്കുറിച്ചും തിരുമറ്റംകോട് അഞ്ചുമൂർത്തി ടെമ്പിളാണ്, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് വന്നു. അവിടെയുള്ള ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചായക്കടയൊക്കെ ഇറക്കിയിട്ട് ദോശയും ചട്നി സാമ്പാറും കൂടിയിട്ടൊന്ന് കഴിച്ചു. അതാണ് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് വേണ്ട. പിന്നെ ബാക്കി വീഡിയോസൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇടാം. സ്ലോ മോഷനിലായിപ്പോയി തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും പതുക്കെ ഇരുന്ന് വായയിലേക്ക് പോകുന്നത്. അപ്പോൾ അല്ലാണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഫോണിനെ സെൽഫി മോഡിൽ ചാരി വെച്ചിട്ട് എടുത്തതാണ്. കുറ്റങ്ങളും കുറവുകളും നമ്മൾ തിന്നുന്ന ഒരുപാട് കാണിച്ചിരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഇതൊരു സ്ലോ മോഷൻ ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടും കഴിയാത്ത മാതിരി ആയി എന്ന് മാത്രം. പിന്നെ അവിടെ നിന്ന് പ്രസാദം അപ്പൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ഭാരതപ്പുഴയും. ആ ഭാരതപ്പുഴയുടെ അടുത്ത് നിന്ന് നോക്കിയതാണ്. അപ്പം അമ്പലം അവിടെ കാണുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പം അതുകൊണ്ട്